2 കൊല്ലം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി, 3ാമത്തെ കൊല്ലം എനിക്ക് പണി കിട്ടി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും പോലെ ഞാനും ഓർഡർ ചെയ്തു ഓൺലൈനിൽ നിന്ന് പടക്കം. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ അറ്റംപ്റ്റാണ്. ആദ്യത്തെ 2 പ്രാവശ്യം കറക്റ്റായിട്ട് തന്നെ എനിക്ക് പടക്കം കിട്ടിയതാണ്. പക്ഷേ ഭാഗ്യവശാൽ അവർ ഈ പ്രാവശ്യം അങ്ങ് മുങ്ങി. അവസാനം നാട്ടിൽ നിന്ന് തന്നെ പടക്കം വാങ്ങേണ്ടി വന്നു. അവസാനം വിഷുവിൻ്റെ തലേ ദിവസം രാത്രി ഒരു 9 മണിയാകുമ്പോഴേക്കും ഒരു കോൾ വന്നു. അതായത് എൻ്റെ പാർസൽ ഇവരെ ഓഫീസിൽ എത്തി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. സാധനത്തെ മാഹിയിലാണ്, നാളെ നമ്മളെ നാട്ടിലെത്തും. പിന്നെന്ത് ചെയ്യാനാ, ഉള്ളത് വെച്ച് ഓണം പോലെ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ എണീച്ചു. അങ്ങനെ വിഷുക്കണി കണ്ടു. ഉള്ള പടക്കം നല്ല പൊട്ടിച്ച് തീർത്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പടക്കം എടുക്കാൻ പോയി. അവിടെ എത്തിയപ്പോൾ ഇതാ പിന്നെയും ട്രാൻസ്പോർട്ട് ചാർജ്. അപ്പോൾ അതിന് റീസൺ പറഞ്ഞത് വെച്ചാൽ ആദ്യം ഉണ്ടായത് വേറൊരു ഏജൻസിയാണ്, ഇപ്പം എടുത്തിരിക്കുന്നത് വേറൊരു ട്രാൻസ്പോർട്ട് ഏജൻസിയാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെന്ത് ചെയ്യാനാ, അതും കൊടുത്തു. ആ പടക്കം എടുത്ത് നേരെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വാങ്ങിച്ച പടക്കെല്ലാം പൊട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ 30 ഷോട്ടും അതേപോലെ തന്നെ ആ ഒരു പീക്കോക്കുമാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അങ്ങ് നിർത്തുന്നു. അപ്പോൾ എൻ്റെ ഇതേ അവസ്ഥ ആയിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്നാൽ അടുത്ത വീഡിയോ കാണാം.